ഡയബറ്റിക് ആണ്, Okay. പിന്നെ മൈഗ്രെയിൻ ഉണ്ട്, ഫാറ്റി ലിവർ ഉണ്ട്. ഇപ്പൊ ചെറിയൊരു പുതിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ വിഷൻ. ഒരു 3 വീക്സ് ആയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് കണ്ണിനൊരു ചെറിയ സ്ട്രെയിൻ ഉണ്ട്. Okay. സ്ട്രെയിൻ ഉണ്ടായിട്ടൊരു ഇമേജ്, അതായത് വിഷൻ ഒരു ബ്ലർഡ് ആയിട്ട് കാണുന്നുണ്ട്. Okay. കാര്യം എന്റെ ഒരു ഏജിൽ വെച്ചിട്ട് എനിക്ക് കുറച്ച് വിഷൻ പ്രശ്നം ഇല്ലാതിരുന്നു. Yes. 1.75 ഒക്കെയാണ് ഇപ്പം. പക്ഷെ ഇതിപ്പോ കുറച്ച് എനിക്കൊരു കാഴ്ചക്കൊരു മങ്ങലും ഉണ്ട്, ഒരു വേദനയുണ്ട്. Okay. ഇത്രയും പ്രശ്നങ്ങളല്ലേ കാര്യമായിട്ടുള്ളത് അല്ലേ? അതെ. പിന്നെ ആ ബാക്ക് പെയിൻ, ഒരു ടെയിൽ ബോൺ പെയിൻ, ഞാൻ അന്ന് സാറിനോട് സംസാരിച്ചിരുന്നു. അപ്പൊ കടിമുദ്ര പിന്നെ അത് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ എനിക്ക് അത് ചെയ്തിട്ട് അങ്ങോട്ട് ഒരു വ്യത്യാസം തോന്നുന്നില്ല. ഇനിയിപ്പൊ അതെങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. ആ ടെയിൽ ബോൺ പെയിൻ ഞാൻ യോഗ വേദന ഉണ്ടോ? ഇപ്പോഴും ബാക്ക് പെയിൻ, ബാക്ക് എന്ന് പറഞ്ഞാൽ ലോവർ ബാക്ക്. ഓക്കെ. അതാണ്. അപ്പൊ എനിക്കിപ്പോ എല്ലാത്തിലും ഉപരി ഇപ്പൊ കണ്ണിന്റെ പ്രശ്നം വന്നപ്പോ ഞാൻ ടോട്ടലി ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിപ്പോയി. കാരണം ഞാൻ കുറച്ച് അഹങ്കരിച്ച് നടന്നു, കണ്ണ് കുറച്ച് കാഴ്ച കൂടുതലാണെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ ഇപ്പൊ അതെനിക്കൊരു വലിയ കാര്യം. കണ്ണിന് നല്ല സ്ട്രെയിൻ ഉണ്ട്. കാരണം എനിക്ക് മറ്റേ മൊബൈലൊക്കെ സാധാരണ കണ്ണാടി ഇല്ലാതെ നോക്കാൻ പറ്റും. ഇപ്പൊ പിന്നെ ഒരു കണ്ണാടി ഇല്ലാതെ നോക്കാൻ പറ്റുന്നില്ല. പിന്നെ ഒരു സംശയം കൂടെ സാർ, ഇത് നമ്മള് വൈകിട്ട് ഞാൻ ഈ മുദ്ര പിടിച്ച് നടക്കാറുണ്ട് 1 hour. ഗ്യാൻ അബാൻ പ്രാൺ മുദ്ര നടക്കാറുണ്ട്. പക്ഷെ ഡയബറ്റിക് ആയിട്ട് സൂര്യമുദ്ര വിരൽ മടക്കി ചെയ്യുന്നോണ്ട് നടക്കുമ്പോ അത് ചെയ്യാൻ പാടില്ലെന്ന് സാറ് പറഞ്ഞിരുന്നു. അപ്പൊ നടന്നു കഴിഞ്ഞ് വീട്ടില് വന്നിട്ട് അത് ചെയ്താൽ മതിയോ? ആണല്ലോ. അതായത് ജോയിൻ ആയിട്ട് തന്നെ ചെയ്യണമെന്നുണ്ടോ? ഇത്രയല്ലേ ഉള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. അപ്പൊ ഇതിന് നിങ്ങൾക്ക് ആദ്യം റെഡിയാക്കേണ്ടത് ഉറക്കമാണ്. ഉറക്കമാണ് നിങ്ങളെ മെയിൻ പ്രശ്നം കിടക്കുന്നത്, നമ്പർ 1. അപ്പോൾ 9:30-10 മണിയാകുമ്പോൾ ഉറങ്ങുന്ന രീതിയിലേക്ക് ഒരാഴ്ച, 1 വീക്ക്. ഇതിന്റെ കൂടെ നിങ്ങൾ അപാൻ വായു ചെയ്യുക, അതേപോലെ തന്നെ പ്രാൺ മുദ്ര ചെയ്യുക, പിന്നെ സൗഖ്യമുദ്ര എന്ന മുദ്ര, സൗഖ്യമുദ്ര, ഈ മുദ്ര ഉണ്ടോ, സൗഖ്യമുദ്ര, ഈ മുദ്ര ചെയ്യാം. ഓക്കെ. ഇതിന്റെ കൂടെ നിങ്ങൾ അരമണിക്കൂർ നടക്കുകയും സൂര്യമുദ്രയും കൂടെ ചെയ്യാം. ഇത് രണ്ടും കറക്റ്റായിട്ട് കമ്പൈൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാം. ഇതിന്റെ കൂടെ പച്ചയില, പച്ചക്കറികൾ, ഫുൾ പച്ച ജ്യൂസ്, പച്ച ഫ്രൂട്ട്സ്, ഇത് മാക്സിമം കഴിക്കുക. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, പിന്നെ അതേപോലെ തന്നെ ഉലുവേന്റെ വെള്ളം. ഷുഗറുള്ള എല്ലാവരും ശ്രദ്ധിക്കുക. ഷുഗർ, ഡയബറ്റിക്, വയറിന്റെ പ്രശ്നം അധികമായിട്ടുള്ളവർ ഒക്കെ ചെയ്യേണ്ട ഇതാണ്. ഇത് ഞാൻ എക്സ്ട്രാ ആയിട്ട് പറയില്ല, എഴുതി വെച്ചോളൂ. ഡയബറ്റിക് ആണെങ്കിൽ നിങ്ങൾ ആംല, അതേപോലെ തന്നെ പച്ച പപ്പായ ഇട്ടിട്ടുള്ള വെള്ളം, ഉലുവ വെള്ളം, ഇതൊക്കെ നിങ്ങളെ ഡയബറ്റിക് റിഡ്യൂസ് ചെയ്യാനും ഫാറ്റ് റിഡ്യൂസ് ചെയ്യാനും തടി കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. നിങ്ങൾക്ക് തടി ഇല്ല എന്ന് പറയുന്നില്ല, പക്ഷെ ഓവർ വെയിറ്റിലേക്ക് ഭൂരിപക്ഷം ഡയബറ്റിക് 2 വന്നുകൊണ്ടിരിക്കുക. ഇത് നിങ്ങൾ ചെയ്യാം. നടത്തം ഡയബറ്റിക്കുകൾ എന്തായാലും ചെയ്യണം, അപാന പ്രാണ ഗ്യാനിൽ. പിന്നെ 10 മിനിറ്റ് നിങ്ങൾ ഭക്ഷണത്തിന് മുന്നേ ഇത് ചെയ്താൽ മതി, അതാണ് നല്ലത്. ഭക്ഷണത്തിന് മുന്നേ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിൽ നല്ല റിസൾട്ട് കിട്ടുന്നത്. ഓക്കെ. പിന്നെ ഈ വെള്ളവും അതേപോലെ ഫ്രൂട്ട് സലാഡുകൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഉൾപ്പെടുത്തുക ഭക്ഷണത്തിൽ. ഓക്കെ. 2 നേരം, ഒരാഴ്ച 2 നേരം നിങ്ങൾ എന്ത് ചെയ്യാം, ഫുഡ് എടുക്കുക. ഒരു നേരം വെരി ലൈറ്റ് ഫുഡ് എടുക്കുക. അപ്പൊ നിങ്ങൾക്ക് നല്ലോണം വിശക്കുന്നത് എവിടെയാണോ ആ സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് ദഹിക്കുന്ന ഭക്ഷണം കഴിക്കുക. 2 നേരം നിങ്ങൾ ഫുഡ് എടുക്കുക. ക്ലിയർ ആണോ? ഒരാഴ്ച കേട്ടോ, കാലാകാലമല്ല വരുന്ന ഒരാഴ്ച നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ തന്നെ കുറെ ലൂസായിട്ട് വരുന്ന കാണാം. പിന്നെ ഫുഡ് എടുത്തുകൊണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക അടുത്ത 2-3 മാസം, 2-3 ആഴ്ച. എന്നിട്ട് നിങ്ങൾ അതിന്റെ റിപ്ലൈ വന്ന് പറയാം. ഓക്കെ, റെഡിയല്ലേ? കണ്ണിന്റെ പ്രശ്നം നിങ്ങൾക്ക് ഒരു 4 ദിവസം കൊണ്ട് തന്നെ ചെറിയ രീതിയിൽ മാറും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ. പിന്നെ ക്യാരറ്റ് ജ്യൂസ് കുടിക്കാം. ക്യാരറ്റ് ജ്യൂസ് എടുക്കാം നമുക്ക്. ക്യാരറ്റ് നിങ്ങൾ എടുക്കുന്ന സമയത്ത് ക്യാരറ്റിൽ ഒരു ചെറിയൊരു പോയിന്റിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ചെറുനാരങ്ങ, കുറച്ച് ചെറിയൊരു പുളിയോട് കൂടെ കുടിക്കുക. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് അത് അതിലുള്ള ഷുഗർ നിങ്ങളെ എഫക്ട് ചെയ്യില്ല. ലോ ഗ്ലൈസമിക് ആണ് ഇതിനുള്ളത്, അതുകൊണ്ട് വെറിയിടാവുന്ന.
ഇപ്പൊ നിങ്ങൾക്ക് തരുന്ന ഈ ക്വസ്റ്റ്യൻ ആൻസറുള്ള ആളുകളൊക്കെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇതിന്റെ ഫോളോ അപ്പ് നിങ്ങളുടെ ഗ്രൂപ്പിൽ അറിയിക്കുക അല്ലെങ്കിൽ അഡ്മിനെ അറിയിക്കണം.